അപ്പോൾ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോണ്ടാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇവിടെ ഉണ്ടാക്കാമെന്ന്, പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടാക്കണ്ട, ഇവിടേക്ക് ആയിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വഴി പോവും, അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് ഉണ്ടാക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട, വീടിൻ്റെ സൈഡിലായിട്ട് ഉണ്ടാക്കാം. ഒന്നാമത് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വാട്ടർഫോൾ ഉണ്ട്, അപ്പോൾ നമുക്ക് വിചാരിച്ചു അവിടെ ഒന്നും ഉണ്ടാക്കണ്ട, ഇവിടെ ആയിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ കുഴിയൊക്കെ ചെറുതായിട്ട് വെട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫിഷൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ട് കാണാം. അപ്പം ഞാൻ സാൻഡ് വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ബോൺ മീൽ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കോറൽ ലീഫ് അങ്ങനെ കോറൽ ലീഫ് കിട്ടിയിട്ടുണ്ട്, ഒരു വയലറ്റ് കളറിൽ. പിന്നെ നമ്മൾ ഇത്തിരി ഒരു കൽപ്പ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അത് ഫാം ചെയ്യുന്നുണ്ട് ഗൈസ്, ചെറുതായിട്ട്, ഓട്ടോമാറ്റിക് അല്ല. ഒരു 2 ഫിഷിങ്ങിൽ ഇതിക്ക് പിടിച്ചിടണം. പിങ്ക് പോലത്തെ ഒരു കോറൽ ലീഫ് വന്നതായിരുന്നു, അത് പോയി. അപ്പം 2 ഫിഷിങ്ങിൽ ഇതിൽ പിടിച്ചിടണം. പിന്നെ സൈഡിലത്തെ ഇത്തിരി ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് കോബിൾ സ്റ്റോൺ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫിഷിനെ പിടിച്ചിടാം. അപ്പോൾ ഗൈസ് ഞാൻ കടലിൽ നിന്ന് ഫിഷിനെ പിടിച്ച് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അതേ യെല്ലോ കോറലൊക്കെ വന്നു. നമുക്ക് ഫിഷിനെ പിടിച്ചിട്ട് ഇറക്കി വിടാം. ഇതിൽ ഞങ്ങൾ വേറെ ടൈപ്പ് ഫിഷിനെ നോക്കി ഗൈസ്, അത് നോക്കി പിന്നെ വേറെ വല്ല ഫിഷാക്കാം. നമുക്ക് സൈഡിൽ ഒരു മരം നടന്ന് പ്ലാൻ ഉണ്ട് ഗൈസ്. ഇതിൽ വെളിച്ചില്ലേ ഗൈസ്, അപ്പം നമുക്ക് ഗ്ലോ ഡസ്റ്റ് നമ്മുടെ നെതറിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഗ്ലോ സ്റ്റോൺ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വയ്ക്കാം. അപ്പം ഇത്തിരി വെട്ടം കിട്ടും. സീ ലാൻഡേണൊന്നും ഞങ്ങളുടെ ഇല്ല. അതൊക്കെ വാട്ടറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറേ തപ്പയാലേ കിട്ടുള്ളൂ ഗൈസ്. അതൊന്നും ഞങ്ങളുടെ ഇല്ല, അതുകൊണ്ടാണ് ഇത് വെക്കുന്നത്. അപ്പം ഗ്ലോ സ്റ്റോൺ അവിടെ ഇവിടെ ആയിട്ടൊക്കെ വെച്ച് കൊടുക്കാം. അടുത്ത് ഞാനൊരു പൂച്ചനെ ഇരുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ വില്ലേജർ ബ്രീഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വില്ലേജേഴ്സ് സ്പോൺ ചെയ്യുന്നതാണ് ഈ പൂച്ചകളെ. അപ്പം ഞാൻ അവിടെ നിന്ന് ഇവിടെ പിടിച്ച് ഇരുത്തിയിട്ടുണ്ട്. പൂച്ചകൾ ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ക്രീപ്പറൊന്നും അധികം വരില്ല. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഫിഷിനെ മാറ്റിയിട്ട് വേറെ നല്ല ടൈപ്പ് ഫിഷിനെ കൊണ്ടുവരാൻ നോക്കും ഗൈസ്. ഇതിപ്പോൾ സാധാ മീനാണ്, വേറെ ടൈപ്പ് ഫിഷ് ഉണ്ട്. സോംബി വന്ന് തന്നെ വേഗം കടിച്ചിട്ടുണ്ട്. അവൻ കൊല്ലാൻ നോക്കണുണ്ട് സോംബിനെ. വെള്ളത്തിൽ ചാടുക സോംബി മീനിനെ കൊല്ലോ? മീനിനെ കൊല്ലില്ല, ഡ്രൗൺ ആവും ചിലപ്പോൾ വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ. ഇവിടെ ഒന്നും ചാടിയാൽ ചിലപ്പോൾ ഡ്രൗൺ ആവില്ല. കടലിലൊക്കെ സോംബി ചാടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രൗൺ ആവും. പിന്നെ മൈൻക്രാഫ്റ്റിലെ ലോട്ടസ് എന്ന് പറയുന്ന ഒരു ഫിഷ് പോലത്തെ സാധനം ഉണ്ട്, അതിനെയും കൊണ്ടുവരണം. പിന്നെ നമ്മൾ ബോൺമീൽ ചെയ്തൊരു മരം ഒപ്പിച്ച് സൈഡിൽ പംകിനും വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന കുറച്ച് പേരെ സബ്സ്ക്രൈബ് ചെയ്യണുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.